എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കസിംബായി ആണ്. എന്തൊക്കെയുണ്ട് മക്കളെ, നിങ്ങളൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖാണോ? നമ്മൾ ഒരു വഴി കൂടെ അങ്ങനെ പോണുണ്ട്. ഇപ്പൊ വീഡിയോ ഒന്നും എടുക്കാനും നേരം കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇടക്ക് തിരക്കൊക്കെ വീഡിയോ ആയിട്ട് വരുന്നത്. എന്തായാലും ഇന്ന് കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മത്തി നമുക്ക് നല്ലതായി കൊടംപുളിയും മുളകൊക്കെ ഇട്ട് വെച്ച് അടിപൊളിയാക്കുന്ന രീതി നമ്മുടെ സ്റ്റൈലിലാട്ടോ നമ്മൾ കാണിക്കുന്നത്. നിങ്ങളുടെ രീതി ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് പറയാൻ മറക്കല്ലേ. പക്ഷെ ഇതാണ് കൊടംപുളി ഇട്ട് വെച്ചിട്ടുള്ള അടിപൊളി നാടൻ കറിയാട്ടോ. നമ്മുടെ ഷാപ്പിലൊക്കെ ചെന്നാലേ ഇങ്ങനത്തെ രീതിയിലുള്ളൊരു മത്തിക്കറി കിട്ടാണ്ട്. ആ രീതിയിൽ നമ്മൾ ചങ്ങായി പറഞ്ഞു തന്ന കേട്ടോ അതിന്റെ റെസിപ്പി. ആ രീതിയിലാണ് വെക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കുറച്ച് ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് മാറ്റി വെച്ചിട്ടോ. സബള എടുക്കുന്നവർക്ക് എടുക്കാം, പക്ഷെ മീൻകറിക്ക് എപ്പോഴും നല്ലത് നമ്മുടെ ചെറിയുള്ളി ആട്ടോ. പിന്നെ ചെറിയൊരു ഒരൊറ്റ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചു. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും. ഇത്രയും കാര്യമുണ്ട് നമ്മുടെ മീൻകറി വെക്കാട്ടോ. അപ്പോഴേ ഞാൻ കുറച്ച് വെക്കുന്നുള്ളൂ, അതനുസരിച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ എത്രയും വെക്കുന്നതനുസരിച്ച് അളവൊക്കെ കൂട്ടിക്കോ. അങ്ങനെ ഞാനേ ചട്ടി എടുത്തപ്പോ എന്താ പറ്റിയ അറിയുമ്പോ, നമ്മുടെ സാധാരണ മീൻ കറി വെക്കുന്ന ചട്ടി പൊട്ടിപ്പോയി. അപ്പൊ നമ്മളൊരു ഉരുളി എടുത്തു കേട്ടോ. അത് നമ്മുടെ പുതിയ ഉരുളി കേട്ടോ. പൊമ്മച്ചി പറഞ്ഞു ഇതിനകത്ത് നീ വെച്ചാ മതിയെന്ന്. അങ്ങനെ അതെടുത്തപ്പോഴേ നമുക്ക് നല്ല വിസ്താരമുള്ള എന്നാൽ ചെറിയതായിട്ടുള്ള ഒരു കുഞ്ഞൻ ഉരുളി കേട്ടോ. നമ്മളെ വീട്ടിലെ പാത്രങ്ങൾക്ക് അത്ര വലിപ്പമുള്ളൂ കേട്ടോ, കാരണം ഞങ്ങൾക്ക് കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പം നമ്മളെ ഉരുളിയൊക്കെ വെച്ചു, എണ്ണ ഒഴിച്ചതാ. നന്നായിട്ട് എണ്ണ ചൂടായി എന്നപ്പോഴത്തേക്കേ നമ്മൾ അങ്ങനെ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. നമ്മുടെ മീൻകറിക്ക് ഏറ്റവും ടേസ്റ്റ് എടുക്കുന്ന സാധനം എന്താ ചോദിച്ചു കഴിഞ്ഞാലേ, ഞാൻ പറയാ അതിനകത്ത് ചേർക്കുന്ന ഉലുവയാട്ടോ. ചിലയിടത്തൊക്കെ ഉലുവ പൊടിച്ചും ചേർക്കും, ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്. പക്ഷെ നമ്മൾ പൊടിച്ച് ചേർക്കത്തില്ല. നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന്റെ കൂടെ തന്നെ ഉലുവ ഇട്ട് പൊട്ടിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മൂത്ത് വരുന്ന സമയത്തേക്കും നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ആ ചതച്ച് വെച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലരിത് അരിഞ്ഞാണ് ചേർക്കുന്നത്, പക്ഷെ ഞാൻ എപ്പോഴും ചതച്ച് ചേർക്കുന്നത്. ചതച്ചാകുമ്പോൾ അതിന് നീരടക്കം അതിനകത്തോട്ട് ഇറങ്ങി അതിൻ്റെതായ രീതിയിൽ രുചിയായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവരെല്ലാരും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് സെറ്റാക്കി വെക്കുക കേട്ടോ. അപ്പോഴേ നമ്മുടെ ചാനൽ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പോകാൻ മറക്കല്ലേ. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറയാൻ വിട്ടു പോകാറുണ്ട്, അതുകൊണ്ടാണോന്ന് അറിയില്ല. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം. അതിന് വാച്ച് ടൈം വളരെ കുറവാണ് കേട്ടോ. നമ്മുടെ കൂട്ടുകാർ കാണുന്നവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും നമ്മളെ കഷ്ടപ്പെട്ട് എടുക്കുന്ന വീഡിയോ ഒക്കെ തന്നെ കേട്ടോ. ഇതിന് എഡിറ്റ് ചെയ്യാൻ സമയം വേണം, ഇത് എടുക്കാനുള്ള സമയം വേണം, ഇതിന് വോയിസ് കൊടുക്കാനുള്ള സമയം വേണം. പക്ഷെ അത് എപ്പോഴും നിർത്തണം എന്ന് വിചാരിക്കുമ്പോൾ ഒരു കൂട്ടം കൂട്ടര് പറയും, അയ്യോ കാശി നിർത്തല്ലേ, വീഡിയോ തുടങ്ങണേ എന്ന് പറയും. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തായിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കുവേ എല്ലാം മൂത്ത് വന്നപ്പോ നമ്മള് ചെറിയുള്ളിയും ചേർത്തു, പിന്നെ തക്കാളിയും കൂടി ചേർത്തു കേട്ടോ. അപ്പോഴാട്ടോ ഞാൻ അതുവരെ ചേർക്കണം വിചാരിക്കാത്ത ഒരാളെ കൂടി ഇടയ്ക്ക് കൊണ്ട് ചേർത്തിട്ടുണ്ട്, നമ്മുടെ പച്ചമാങ്ങ. സംഭവേ നമുക്കൊരു മാങ്ങ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കഷ്ണം ഞാൻ കഴിച്ചിട്ട് അതിന്റെ ബാക്കിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിന്നാന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ മീൻകറി ഉണ്ടാക്കിയപ്പോ അതിന്റെ ഓർമ്മ വന്നത്. അപ്പൊ മീൻകറിയിലോട്ട് പിന്നെ മാങ്ങ ചേർത്തുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. പുന്നാര മക്കളെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ മാങ്ങയും കൂടി ചേർത്തു. ഇനിയിപ്പോ നമുക്ക് പൊടികളൊക്കെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാന് മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതാട്ടോ എപ്പോഴും നല്ലത്. ഇന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതും നല്ലതാണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇത്തിരി അളവിൽ എന്ന രീതിയിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇവരൊക്കെ ചേരുമ്പോഴാട്ടോ അതിൻ്റെതായ ടേസ്റ്റ് ഒക്കെ ഇങ്ങോട്ട് വരിക. അപ്പോഴേ ഇനി ഇവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിന്റെ പച്ചമണമൊക്കെ നന്നായി മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. അല്ലാണ്ട് നമ്മള് ഈ പച്ചവെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാല് ഒരു പച്ച ചൊവ ഉണ്ടാവും കേട്ടോ കറിക്ക്. ഒന്നെങ്കിൽ നല്ല ഇളം ചൂടുവെള്ളം അല്ല തിളച്ച വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ വെള്ളം കൂടി ചേർത്തിട്ട് എല്ലാവരെയും കൂടി ചേർത്ത് ഇളക്കി സെറ്റാക്കി വെച്ചു കേട്ടോ. ഇനിയിപ്പോ നമുക്ക് എത്രയാണോ ആവശ്യം ഗ്രേവി വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ചേർക്കണം കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് പുളി എപ്പോഴും വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണോ ഞാൻ യോജിപ്പിക്കുന്നത്. ആദ്യം പുളി നന്നായി കഴുകി എടുക്കും, അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലോ അല്ലെ പച്ചവെള്ളത്തിലോ ഇങ്ങനെ മുക്കി വെക്കും കേട്ടോ. ഞാൻ ഒരു കഷ്ണം പുളി എടുത്തുള്ളൂ, 2 കഷ്ണം ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മുടെ മാങ്ങക്കൊട്ടനും കൂടി വരുമ്പോഴത്തേക്ക് പുളി ഓവറായി പോവില്ലേ. അപ്പൊ ഒരു കഷ്ണം പുളി മാത്രമേ അതിന് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ച ആ ഒരു വെള്ളം കൂടി ചേർത്തപ്പോഴേ ഗ്രേവി ഓക്കെ ആയിട്ടുണ്ട്.
നമ്മൾ ഒരുപാട് വെള്ളത്തിലൊന്നല്ല ഉണ്ടാക്കുന്നത്, അത്യാവശ്യമുള്ള ഗ്രേവി മതി, എന്നാലും അതിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് പാറവെള്ളം പോലെ ഇട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അംഗങ്ങൾ കൂടുള്ള പെരക്കാണെങ്കിലേ ഇതൊക്കെ വേണ്ടി വരും. അപ്പൊ രുചിയോ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് അംഗങ്ങളൊന്നുമില്ല, ഞാനും വെച്ചുള്ളൂ. എന്നാലും ഞങ്ങൾ ഇത്രയുള്ള കാര്യേ 3-4 ദിവസം വരെ ഒപ്പിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചോണ്ടിട്ടോ. അപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ ഈ വീഡിയോ ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിലേ ആ ഫോളോ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ എന്റെ യൂട്യൂബിന്റെ എല്ലാ വീഡിയോയും ഞാൻ ഫേസ്ബുക്കിലും കൂടി ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഫേസ്ബുക്കിൽ ചില വീഡിയോക്ക് നമ്മൾ വിചാരിക്കാത്ത അപ്പുറം എനിക്ക് റീച്ച് കിട്ടും, എന്നാലും യൂട്യൂബിൽ ചിലപ്പോൾ റീച്ച് കിട്ടൂല. യൂട്യൂബിൽ റീച്ച് കിട്ടുന്ന വീഡിയോ ഫേസ്ബുക്കിൽ റീച്ച് കിട്ടില്ല. എന്താപ്പ ഇത് ഇങ്ങനെയൊക്കെ? അപ്പൊ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കറി നന്നായിട്ട് ഗ്രേവി തളച്ചു വന്നു. ഇനിയിപ്പോ നമുക്ക് മത്തിക്കതാ ഇട്ട് കൊടുക്കാട്ടോ. നല്ല നെയ്യുള്ള നല്ല നല്ല നാടൻ മത്തി കേട്ടോ കിട്ടിയത്. ഇനിയിപ്പോ മഴക്കാലമൊക്കെ ആകുമ്പോ ഇങ്ങനത്തെ മത്തി കിട്ടും, പക്ഷെ വിലയുടെ കാര്യത്തിൽ ഇച്ചിരി കൂടുതലാണ്. സാരമില്ല, പക്ഷെ നമ്മളൊക്കെ എപ്പോഴേലും അല്ലേ മീൻ മേടിക്കുള്ളൂ, അപ്പൊ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു 1-2 തള കളിച്ചപ്പോഴത്തേക്ക് നമ്മളെ മത്തിക്കറി റെഡിയായി. ഞാനും ഉമ്മച്ചിയും മത്തിക്കറിയും കൂട്ടിയിട്ട് ചോറ് വയ്ക്കാട്ടോ. പിന്നെ വേറെ എന്താ സ്പെഷ്യൽ ചോദിച്ചു കഴിഞ്ഞാല് മത്തി പൊരിച്ചതാണ് അടുത്ത സ്പെഷ്യല്. ഈ 2 സാധനം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഉമ്മച്ചി അങ്ങനെ ചൂടുവെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നുണ്ട് ചോറ് വയ്ക്കാൻ തയ്യാറായിട്ട്. പിന്നെ അപ്പൊ ഇതൊക്കെ തന്നെയാട്ടോ ഇന്നത്തെ വിശേഷം. കഴിഞ്ഞ ദിവസം നമ്മുടെ പസളച്ചീര തോരനെ അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. പുതിയ വീഡിയോയിൽ കാണാം. ബൈ.